ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പടവലങ്ങയും ഉണക്കക്കൊഞ്ചും കൂടെയുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പടവലങ്ങ നീളത്തിലരിഞ്ഞ് ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 50 ഗ്രാം കൊഞ്ച് തലയും വാലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ പടവലങ്ങയും കൊഞ്ചുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 6 അല്ലി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോയി തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ജാറിലോട്ട് 2 പിടി തേങ്ങ, 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി ഇത് പടവലങ്ങയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയോട് ചേർക്കാം. ഇനി തേങ്ങയുടെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടി നമുക്കതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങ ഉണക്കക്കൊഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.